ഹായ്, ഞാൻ തമിഴ്നാട്ടിലെ മധുരയിലുള്ള അളകനല്ലൂർ എന്ന ഗ്രാമത്തിലാണ്. പൊങ്കൽ ആഘോഷത്തിന്റെ തിരക്കിലാണ് എല്ലാവരും. അതോടൊപ്പം ഇവിടെ നടക്കാൻ പോകുന്ന ജല്ലിക്കെട്ടിനെ വരവേൽക്കാനുള്ള സന്തോഷത്തിലും. 1000-ലേറെ കാളകളും മത്സരാർത്ഥികളുമാണ് ജല്ലിക്കെട്ടിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ റാങ്കിലുമുള്ള ആയിരക്കണക്കിന് പോലീസുകാരും ഇവിടെയുണ്ട്. മത്സര ദിവസം രാവിലെ 5 മണിക്ക് തന്നെ ജല്ലിക്കെട്ട് നടക്കുന്നിടത്ത് ഞാൻ എത്തി. നേരം വെളുത്തിട്ടില്ല എങ്കിലും ഗാലറികളൊക്കെ നിറഞ്ഞു തുടങ്ങി. ഗാലറികളിൽ പ്രവേശനം സൗജന്യമാണ്. പക്ഷേ എല്ലാവർക്കും അവസരം നൽകുവാൻ വേണ്ടി ഗാലറിയിൽ 1 മണിക്കൂർ മാത്രമേ അനുവദിക്കൂ. ചില വീട്ടുടമസ്ഥർ കാശ് വാങ്ങിച്ചുകൊണ്ട് ആളുകളെ അവരുടെ ടെറസിൽ കയറാൻ അനുവദിക്കാറുണ്ട്. 2500 രൂപ കൊടുത്തിട്ടാണ് ജല്ലിക്കെട്ട് കാണുവാൻ ഞാൻ ഒരു വീടിന്റെ ടെറസ് സംഘടിപ്പിച്ചത്. 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. അതിന് മുമ്പായി ചില പൂജകളൊക്കെ ഉണ്ട്. അളകനല്ലൂർ പ്രദേശത്തിന്റെ വകയായ കാളകളാണ് ആദ്യമായി കളത്തിലിറങ്ങുന്നത്. ഈ അമ്പല കാളകളെ ആരും തടഞ്ഞു നിർത്തില്ല. അളകനല്ലൂർ ജല്ലിക്കെട്ട് ലോകപ്രസിദ്ധമാണ്. കാളയെ മെരുക്കുന്നവരെ നേരിടാൻ 810 കാളകൾ അളകനല്ലൂരിലെ വാടിവാസലിലൂടെ പായുന്ന ഈ വർഷത്തെ മത്സരം മന്ത്രി ഉദയനിധി സ്റ്റാലിനാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. പൊങ്കൽ ഉത്സവവേളയിൽ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും പരമ്പരാഗതമായി നടത്തിവരുന്ന ഏറെ വിവാദമായ കാളയെ മെരുക്കുന്ന ഒരു കായിക വിനോദമാണ് ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ട് എന്ന വാക്ക് സ്വർണം അല്ലെങ്കിൽ വെള്ളി നാണയങ്ങൾ എന്നർത്ഥമുള്ള ജല്ലി എന്നും കെട്ടുക എന്നർത്ഥമാക്കുന്ന കാട്ടു എന്നിവയിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞത്. ഇത് പങ്കെടുക്കുന്നവർക്ക് സമ്മാനമായി കിട്ടുന്ന നാണയങ്ങൾ കാളകളുടെ കൊമ്പിൽ കെട്ടുന്ന പഴയ രീതിയെ പരാമർശിക്കുന്നു. ജല്ലിക്കെട്ടിന് 2000 വർഷത്തിലേറെ പഴക്കമുള്ള പുരാതന ഉത്ഭവമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാതന കാലത്ത് ജല്ലിക്കെട്ട് ഒരു കായിക വിനോദം മാത്രമല്ല, പ്രതീകാത്മകവും മതപരവുമായ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു. ഇത് പലപ്പോഴും വിളവെടുപ്പുത്സവമായ പൊങ്കലിനോട് ബന്ധപ്പെട്ടാണ് നടത്തിയിരുന്നത്. കാളകളെ മെരുക്കുന്നത് ധൈര്യത്തിന്റെയും ശക്തിയുടെയും കഴിവായി കരുതപ്പെട്ടിരുന്ന ഒരു കാലത്ത് യുവാക്കളുടെ ധീരത പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിരുന്നു ജല്ലിക്കെട്ട്. വിജയികളായ പങ്കാളികൾക്ക് സാമൂഹിക അംഗീകാരവും ആദരവും ലഭിച്ചിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ പങ്കെടുക്കുന്നവരുടെയും കാണികളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ജല്ലിക്കെട്ട് നിയന്ത്രിക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ജല്ലിക്കെട്ട് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നിരുന്നു. വിവാദങ്ങളെ തുടർന്ന് 2014 സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിച്ചത് തമിഴ്നാട്ടിൽ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും കാരണമായി. 2017 സർക്കാർ ജല്ലിക്കെട്ട് നിയമം നടപ്പാക്കിയതിനു ശേഷം പങ്കെടുക്കുന്നവരുടെയും മൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും കീഴിലാണ് ഇപ്പോൾ ഇത് നടത്തപ്പെടുന്നത്. ജല്ലിക്കെട്ടിൽ ഉപയോഗിക്കുന്ന കാളകൾ സാധാരണയായി കാങ്കയം ഇനത്തിൽപ്പെട്ടവയാണ്. അവ തദ്ദേശീയവും ശക്തിക്കും ചടുലതയ്ക്കും പേരുകേട്ടതുമാണ്. ജല്ലിക്കെട്ട് മത്സരത്തിനും പ്രജനനത്തിനും മാത്രമാണ് ഈ കാളകളെ ഉപയോഗിക്കുന്നത്. എല്ലാ കാളകളെയും രജിസ്റ്റർ ചെയ്യുകയും അവരുടെ ആരോഗ്യം പതിവായി നിരീക്ഷിക്കുകയും വേണം. കളിക്കിടെ അവർ ഒരു തരത്തിലുള്ള ക്രൂരതയ്ക്കും വിധേയരാകരുത്. പങ്കെടുക്കുന്ന മത്സരാർത്ഥികളും പരിപാടിയിൽ രജിസ്റ്റർ ചെയ്യണം. അവർ 18 മുതൽ 45 വയസ്സിനിടയിലുള്ളവരും പൂർണ്ണ ആരോഗ്യമുള്ളവരുമായിരിക്കണം. മത്സരത്തിന് മുമ്പോ മത്സരത്തിന് സമയത്തോ മദ്യമോ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ അവർ കഴിക്കുവാൻ പാടില്ല. ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ഒരു കാളയെ തുറന്നുവിടുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ദൂരത്തിനും സമയത്തിനുള്ളിൽ കാളയുടെ മുതുകിലെ മുഴയിൽ പിടിച്ച് നിൽക്കണം. കാളയുടെ കൊമ്പിലോ വാലിലോ പിടിക്കുന്നത് അയോഗ്യതയ്ക്കിടയാക്കും. 2 പങ്കാളികൾ ഒരേ സമയം കാളയെ പിടിക്കാൻ പാടില്ല. കാളയെ പിടിക്കുമ്പോൾ നിശ്ചിത വേദിയിലും സമയത്തിനുള്ളിൽ കാള കുറഞ്ഞത് 3 തവണയെങ്കിലും ചാടിയിരിക്കണം. നിയമങ്ങൾ അനുസരിച്ച് കാളയെ പിടിക്കുന്ന ഓരോ പങ്കാളിക്കും സ്വർണ്ണ നാണയങ്ങൾ, സൈക്കിളുകൾ, ടെലിവിഷൻ, മറ്റ് സമ്മാനങ്ങൾ എന്നിവ അപ്പോൾ തന്നെ സമ്മാനമായി ലഭിക്കും. കാളയെ ആരും പിടിച്ചില്ലെങ്കിൽ ആ കാളയുടെ ഉടമയ്ക്ക് ആ സമ്മാനം ലഭിക്കും. ഏറ്റവും കൂടുതൽ കാളകളെ പിടിക്കുന്നയാൾ മികച്ച വിജയിയാവും. കീഴടക്കാൻ ശാഠ്യത്തോടെ കൂടുതൽ സമയം വിസമ്മതിച്ചു നിൽക്കുന്ന കാളയെ മികച്ച കാളയെ തിരഞ്ഞെടുക്കും. ഈ വർഷം മികച്ച പങ്കാളിക്കും കാളയ്ക്കും കാറുകളായിരുന്നു സമ്മാനം. ലക്ഷങ്ങളുടെ സമ്മാനമാണ് മത്സരാർത്ഥികൾക്കും കാളകൾക്കുമായി ജല്ലിക്കെട്ടിൽ വിതരണം ചെയ്യുന്നത്.
ഇവിടെ എല്ലാ പ്രാവശ്യവും ഒരു മരണമെങ്കിലും സംഭവിക്കുമെന്നാണ് ചിലർ എന്നോട് പറഞ്ഞത്. ഈ വർഷം സംഭവത്തിൽ പരിക്കേറ്റ 84 പേരിൽ 13 കേസുകൾ ഗുരുതരമാണെന്നാണ് വാർത്തകൾ വരുന്നത്. ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ഒരാൾ മരണത്തിന് കീഴടങ്ങിയെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. 810 കാളകളും 500 മത്സരാർത്ഥികളും പങ്കെടുത്ത മഥുരയിലെ ചരിത്രവേദിയിൽ 18 കാളകളെ മെരുക്കിയ കറുപ്പയൂരണിയിലെ കാർത്തിക്കാണ് വിജയി. തിരുച്ചിയിലെ ഗുണയുടെ ഉടമസ്ഥതയിലുള്ള കട്ടപ്പ മികച്ച കാളയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 17 കാളകളെ മെരുക്കിയ ചിന്നപ്പട്ടിയിലെ അഭിചിത്തറാണ് റണ്ണറപ്പ്. കാർത്തിക്കിനും കട്ടപ്പയ്ക്കും കാറുകളും അഭിചിത്തറിന് ബൈക്കും സമ്മാനമായി ലഭിച്ചു.